കഴിഞ്ഞ ദിവസം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി 16 വർഷങ്ങൾ ഇണക്കങ്ങളും പിണക്കങ്ങളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒരുപാട് സ്ട്രഗിൾസും ഒക്കെ ആയിട്ട് ഞങ്ങൾ 16 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു നീണ്ട കാലയളവാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിലേറെ ഒരുപാട് നല്ല വർഷങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോണ ഒരുപാട് കപ്പിൾസും ഫാമിലി ലൈഫൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത്രയും കാലത്തെ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ മാരേജ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സമയത്തും ഇതുപോലെ ചെറിയ ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. വെറും 17-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. പക്ഷേ ഇത്രയും കാലത്തെ ജീവിതം വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്നെടുത്ത തീരുമാനങ്ങളെല്ലാം കൊണ്ടും എനിക്ക് അനുയോജ്യമായതായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ ഓരോ വർഷം കഴിയും തോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു മാരേജിൻ്റെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. ഫാമിലി സ്റ്റാറ്റസ്, മറ്റ് പല കാര്യങ്ങളും നോക്കിയിട്ടാണ്. പക്ഷേ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഡിമാൻഡ് എൻ്റെ ഫാമിലി സപ്പോർട്ട് എനിക്ക് നിർബന്ധമാണ്. അവരെ സന്തോഷത്തോടെ അവരെ പൂർണ്ണ അനുഗ്രഹത്തോടെ ഉള്ളൊരു മാരേജാണ് എനിക്ക് നടക്കേണ്ടതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിനി. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പലരും പാർട്ട്നേഴ്സിനെ സ്വയം ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോണ പല സിറ്റുവേഷൻസും അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിനി. നമ്മളെ ഫാമിലി സർക്കിളിലും ഫ്രണ്ട്സ് സർക്കിളിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ മാത്രം കണ്ടുവരുന്ന ലൈഫുകളെ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ തോന്നിയത്. ആരെന്നെ നേരിട്ട് പ്രപ്പോസ് ചെയ്താലും അപ്രോച്ച് ചെയ്താലും അവരുടെ അടുത്തൊക്കെ പറഞ്ഞ കാര്യം ഫാമിലിയിൽ വന്ന് സംസാരിച്ച് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും എനിക്ക് ബെസ്റ്റായിട്ടുള്ള ആളായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നെ വന്നാലും ഞങ്ങളുണ്ട് എൻ്റെ കൂടെ എന്നുള്ള ഇപ്പോഴും അവർ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ധൈര്യം, എൻ്റെ കൂടപ്പിറപ്പുകളായാലും ഉമ്മ ആയാലും ഉപ്പായാലും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന ആ ധൈര്യം ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലയളവിലും ഇനി അങ്ങോട്ടും ഒരാളുടെ മുന്നിലും ആത്മാഭിമാനം പണയപ്പെടുത്തി ഇൻസൾട്ട് നേരിട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അനാവശ്യമായിട്ട് മേല് വേദന ആവേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. എത്ര വലിയ തെറ്റിലേക്ക് പോവുകയാണെങ്കിലും അടിക്കുക എന്നുള്ള ഒരു ഓപ്ഷന് എൻ്റെ പാർട്ട്ണർക്ക് എൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടില്ല. അവരുടെ വളർത്തുദോഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ശിക്ഷിക്കാനും അതിന് ശിക്ഷ നിർണ്ണയിക്കാനുമുള്ള അർഹത ഇനി അവർക്കാണ്. അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരാളെന്നുള്ള രീതിയിൽ ഞാനും പടച്ചോനുമാണെന്നുള്ള ആ ഒരു ബോധ്യം അവർക്കുണ്ട്. അത്രയും വലിയ തെറ്റിലേക്ക് ഞാൻ പോകൂല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് എൻ്റെ മേലുള്ളതുകൊണ്ടാവാം. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആണെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അവർ ആദ്യം തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും കൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ തിരിച്ച് ചെല്ലൂല എന്നുള്ളൊരു ധൈര്യം കൂടെ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വീട്ടുകാർ ഇത്രയും ധൈര്യം തരുന്നതിൻ്റെ പുറമെ ഏത് കേസിലും ഇപ്പം നമ്മൾ കേൾക്കണമാണ് ഭർത്താവിൻ്റെ വീട്ടുകാരുൾപ്പെടെ പ്രതിയാവുന്ന ഒരു കാഴ്ച. ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം നമ്മളെ കമ്മോഷൻ എന്ന് വിളിക്കണം അപ്പൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ വളർത്തിയ മോനാണ്. അവൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്താൽ ആദ്യം വാപ്പാൻ്റെ അടുത്ത് പറയണം, എന്നിട്ട് മാത്രം എൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നുള്ളൊരു വാക്ക് എന്നോട് ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിനി. അത് ഞങ്ങളെല്ലാം ഒരേക്കും വാപ്പ തോന്നുകൊണ്ടുന്നൊരു ധൈര്യേനി. വാപ്പ ഒന്നും ജീവിച്ചിരിപ്പില്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ ഇതുപോലെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിയുമ്പോൾ ഒരുപാട് പോരായ്മകൾ പരസ്പരം ഉണ്ടാവും. പക്ഷേ ജീവിതാനുഭവം ഉള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് അനുസരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, അവരുടെ പൊരുത്തം വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇപ്പം സപ്പോർട്ടേഴ്സായിട്ട് നിൽക്കുന്ന എൻ്റെ ഉമ്മ അപ്പ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പടച്ചം കൊടുക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഞങ്ങളെ വാപ്പ ആഹാരം നന്നാക്കി കൊടുക്കട്ടെ. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷം വരുന്ന സമയത്തും, പ്രത്യേകിച്ച് ഇന്നലെ വിവാഹ വാർഷികം പോലെയുള്ള സന്തോഷങ്ങളൊക്കെ വരുന്ന സമയത്തും ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ പുറകിൽ നമ്മളെ സപ്പോർട്ടേഴ്സായിട്ടുള്ളതുകൊണ്ട് അവർ പറഞ്ഞത് അക്ഷരം പ്രതി കേട്ടതുകൊണ്ട് കിട്ടിയ ആ ഒരു വലിയ സന്തോഷങ്ങളാണെന്ന് ഞാൻ അനുഭവിക്കണം എന്നുള്ള തിരിച്ചറിവും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.